പൂരം അങ്ങനെ അനുമോദ ശ്രീത്ത് ഇന്നലെ ആ പൂര നഗരിയിലെ ആവേശക്കാഴ്ചകൾ മൊത്തം നിങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചതാണ്. നമുക്കറിയാം വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പൂരത്തിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഒരു ജനസഹസ്രത്തെ, വലിയ ജനക്കൂട്ടത്തെ നമ്മളവിടെ കണ്ടു. പൂരപ്രേമികളുടെ വരവിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. കടുത്ത ചൂടിലും ആവേശത്തോടെ ആ കാഴ്ചകൾ സ്വീകരിക്കുന്നവരെ നമ്മൾ കണ്ടു. അങ്ങനെ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ചടങ്ങുകളും അതിഗംഭീരമായി നടന്നു. പൂരപ്രേമികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അങ്ങനെ ആ കാഴ്ചകളുടെ ഒരു തുടർച്ച, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രമുള്ള പൂരമെന്ന് പറയുമ്പോഴും ഇന്നും അത്തരം സമാനമായി ആളുകളെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ പൂരനഗരിയിൽ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പല നാട്ടിൽ നിന്നും വന്നവരൊക്കെ സാധാരണഗതിയിൽ തലേ ദിവസം വന്ന് വെടിക്കെട്ട് കണ്ട് ഇവിടെ റൂമെടുത്ത് പിറ്റേ ദിവസം പകൽപൂരം കണ്ട് പകൽ വെടിക്കെട്ടും കണ്ട് തിരിച്ചു പോകുന്ന ശൈലിയാണ് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉണ്ടാവുക. പലപ്പോഴും ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഈ ദിവസം ഇവിടേക്ക് എത്താൻ, ഈ വെടിക്കെട്ടില്ലാത്തത് കൊണ്ട് എത്താൻ തയ്യാറായിട്ടില്ല എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. നമുക്കിവിടെ ആളുകളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. ചേട്ടൻ തൃശ്ശൂർക്കാരനാണോ? ഇവിടുത്തെ പകൽപൂരത്തിന് എല്ലാ വർഷവും എല്ലാ കൊല്ലവും വരാറുണ്ട്. എന്താണ് ഒരു വെടിക്കെട്ട് പകൽ വെടിക്കെട്ടിന്റെ ഒരു പ്രശ്നം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ, അല്ല വേറെ ഒരു കുഴപ്പമില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നലെ എല്ലാം കണ്ടിരുന്നു. ഇപ്പൊ പുലർച്ചെ പോയിട്ട് കുളിച്ച് വന്നാണ്. ഇനിയിപ്പോ ഇരു ദേശങ്ങളുടെയും കഴിഞ്ഞിട്ട് പോവുള്ളൂ. 12 മണി കഴിയും പൂരക്കഞ്ഞിയും കുടിച്ചാൽ പോവുള്ളൂ. എന്നെ എവിടെയാ സ്ഥലം? I'm from Andhra Pradesh. Andhra Pradesh. You came from Trishur Puram? Trishur Puram. Yesterday, had you seen everything? Yeah. I've seen all the melons. With the fireworks? Fireworks I have seen last year. I like the fireworks. This year it is not available. This is the first time here? No, second time. Last time. Last year you enjoyed everything? This time missing the fireworks. And today also there is a small... Puram. Yeah, again all the 10 sets of elephants will come, right? Yeah, I'm waiting for that. Thank you. You both came with us? നമുക്ക് അങ്ങോട്ട് കാരണം അപ്പുറത്ത് കുറച്ച് പേരുണ്ട്. തൃശ്ശൂർക്കാരനാണ്. ഇങ്ങനെയാണ് വെടിക്കെട്ടില്ലാത്ത എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. പല ദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നതാണ്. ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടില്ലേ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവണതാണ് ഉപചാരം ചൊല്ലൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പൂരപ്പറമ്പ് കാലി ഈവൻ റൗണ്ടിൽ ബസ് വരെ ഓടാറില്ല. ഇപ്പൊ ബസ് വരെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേത് 12 മണി കഴിഞ്ഞ് ബസ് ഓടാറുള്ളൂ. എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ഇത്രയും ആളുകൾ മരിച്ചു പോയതല്ലേ, എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ. ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇപ്പോൾ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഇവിടെ മല ഇടിഞ്ഞു, നെയ്മല ഇടിഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു. എല്ലാം വടക്കുന്നാഥൻ, എന്താ പറയുക, വടക്കുന്നാഥന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇപ്പം നടന്നിട്ടുണ്ട്. പക്ഷെ ദുഃഖത്തിന്റെ കണികകൾ അതെ, എല്ലാവരും ദുഃഖത്തിലാണ്. ഇപ്പോൾ പൂരപ്പറമ്പിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു 10-200 ആളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ ഒരു 1000-1500 ആൾ കഴിഞ്ഞ വർഷത്തിൽ വിട്ടു നിൽക്കാൻ തന്നെ മാനസികമായിട്ട് വിട്ടു. അതെ, പലരും പൂരം കാണാൻ വന്നിട്ടേ ഇല്ല വീട്ടുകളിൽ നിന്ന്. അപ്പൊ എന്റെ അയലമ്പത്തുള്ള പലരും പൂരം കാണാൻ വന്നിട്ടേ ഇല്ല. എന്നുവെച്ചാല് അത്രയും ദുഃഖത്തിലാണ് എല്ലാവരും. മരിച്ചത് നമ്മൾ കാണാത്ത ആൾക്കാർ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതെ അതെ, അതുകൊണ്ടാണ്. പിന്നെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാവരും. എത്രയും വിദേശികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ, എന്താ ചെയ്യാ, നമ്മുടെ അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നടത്താൻ വടക്കുന്നാഥ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്താം. അതന്നെയാണ് തൃശ്ശൂർക്കാർക്കൊക്കെ അതന്നെയായിരിക്കും പറയാനുണ്ടാവും. അതെ അതെ, അവരുടെ ഒരു വലിയ വേദനയാണ്. ഇവിടെ എവിടുത്തെ നിങ്ങൾ? തൃശ്ശൂർ. ഇന്നലെ വന്നോ? ഇല്ല, ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ അങ്ങോട്ട് പോകുന്നു. ഫാമിലി ഇവിടെ വൈഫ് ഹൗസ് ഇവിടെ. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷമൊന്നുമില്ല, ഈ വർഷം വന്ന്. വെടിക്കെട്ട് ഉണ്ടാകില്ല എന്നുള്ള വെടിക്കെട്ട് ഇല്ലാത്തതിന്റെ ഒരു കുറവാണ്. ഇപ്പൊ ഇത് പൂരം കാണാം, പൂരം കിടക്കട്ടെ, മേളം കാണാം അല്ലേ? മേളം കണ്ട് 8 മണിക്കല്ലേ ഇപ്പൊ? 8 മണിക്ക്. ആദ്യമായിട്ടാണോ അതോ വരാറുണ്ടോ? വരാറില്ല. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂരത്തിന്? മേളമാണോ? ആനയാണ് ഇഷ്ടം. ആന ഉണ്ടായിരുന്നില്ല ഇന്നലെ? എത്ര 30 ആന ഉണ്ടായിരുന്നു. 15 ഇന്ന് വരുമോ? ഇന്നുണ്ടോ? ഇന്ന് 15 ആനയായിരിക്കും. ഏതാണ് ഏറ്റവും ഇഷ്ടം? രാമചന്ദ്രൻ ഇന്നലെ ഇന്നുണ്ടാവില്ല. ഇന്നലെ ചെമ്പൂക്കാവിന് വേണ്ടി രാമചന്ദ്രൻ വന്നുപോയി. എറണാകുളം ശിവകുമാറാണുള്ളത്.
അപ്പുറത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. അവരെ കാണാല്ലേ? ചേച്ചി തൃശ്ശൂർക്കാരി തന്നെയല്ലേ? ഞാൻ തൃശ്ശൂർക്കാരിയാണ്. പകൽപൂരം സാധാരണ ഈ സ്ത്രീകൾക്കുള്ള പൂരം എന്നാണ് സ്ത്രീകളുടെ പൂരാണ് ഇന്ന് പറയണത്. സ്ത്രീകൾ ഇന്നാണ് കാണാൻ വരിക എന്നാ പറയുന്നത്. ഇന്നലെ ആണുങ്ങള് തിങ്ങി തിരക്കണ കാരണം ഇന്ന് സ്ത്രീകളുടെ പൂരം, തൃശ്ശൂർക്കാരുടെ പൂരം കുട്ടിക്കാലം മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. തവണ ഈ വെടിക്കെട്ട് ദുരന്തം നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. വിഷമമുണ്ട്. ഉണ്ട് എല്ലായിടത്തും. ആളുകളൊന്നും വരുന്നില്ല. പെട്ടെന്നായിരുന്നല്ലോ. അങ്ങനെയാണ്. അതെ അതെ ശ്രീജിത്തെ, എല്ലാവരുടെയും നേരത്തെ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ശ്രദ്ധ. അതായത് തൃശ്ശൂരിലെ ആൾക്കാരെന്നെ ഇങ്ങോട്ട് വരാൻ മനസ്സ് കാണിച്ചില്ല. അല്ല, എല്ലാവരുടെ മനസ്സിലും ഒരു വിങ്ങലായിട്ട് ആ ദുരന്തം നിൽക്കുമ്പോൾ ആഘോഷത്തിലേക്കൊന്നും ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇന്നലെയൊക്കെ അവിടെ അത്രയും വലിയ തിരക്കുണ്ടെന്ന് നമുക്ക് ക്യാമറകൾ തോന്നിയാലും അവിടെ മാത്രമല്ല സാധാരണഗതിയിൽ തിരക്കുണ്ടാവാറുള്ളത് ഈ കുടമാറ്റമൊക്കെ നടക്കുമ്പോൾ എന്നുള്ളതാണ്. കാരണം അപ്പൊ ഇന്നലെ ഇവിടെ അതെ തിങ്ങി നിറയാറുണ്ട്. അപ്പൊ ഇവിടെ സ്ഥിരമായി വരുന്നവർക്കാണ് അതിനെക്കുറിച്ചൊരു വളരെ കൃത്യമായ ധാരണയുണ്ടാവുക. അവര് ചൂണ്ടിക്കാണിച്ച ഇന്നലത്തെ ഒരു ആൾത്തിരക്ക് കണ്ടാൽ ശരിയാണല്ലോ, പതിവ് പോലെ പൂരം നടന്നല്ലോ, വലിയ തിരക്കുണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. പക്ഷെ അതല്ല ഇവിടെയുള്ള ആൾക്കൂട്ടം. നമ്മൾ ആ തെക്കേനടയിൽ നിൽക്കുമ്പോൾ അത്ര തിരക്ക്, ആകെ രാമ വന്നപ്പോൾ മാത്രമാണ് വല്ലാത്തൊരു ഒഴുക്കുണ്ടായത്. ബാക്കിയെല്ലാം സാധാരണ ഉണ്ടാവുന്നത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആളുകള് ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ, ദുരന്തം എന്ന ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി സ്വയം ഒരുപക്ഷെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം എന്ന് വേണം കരുതാൻ. അതെ അതെ തീർച്ചയായും. അവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നു. അത് നമുക്ക് അവരോട് കൂടി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പേര് ഉണ്ട്. ചേട്ടാ, ഇവിടെയാണോ? തൃശ്ശൂരാണോ? അതെ അതെ. തവണ എന്താണൊരു പൂരത്തിൻ്റെ ഒരു പൂരത്തിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചത്രയുള്ള ഒരു വൈബില്ല ഇപ്പം ഇപ്രാവശ്യം. അപ്പോൾ ഇന്നലെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ആസ് യൂഷ്വൽ അതിൻ്റെ എല്ലാ നീളപ്രകാരം പൂരം നടന്നു. വെടിക്കെട്ടും ഇല്ലെങ്കിലും കുടമാറ്റം എല്ലാ സൗകര്യങ്ങളോടെ കൂടെ നടന്നത്. അനുഷ്ഠാനങ്ങളെല്ലാം അതേപോലെ നടന്നു. എല്ലാ അതെ ആൾത്തിരക്ക് ആൾക്കാർക്ക് കുറവാണ്. ഇന്നലെയും കുറവായിരുന്നപ്പോൾ ഇന്ന് രാവിലെ വളരെ കുറവാണ്. അതാണ് പ്രത്യേകിച്ച്. വേറെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ വേറൊന്നും പറയാനില്ല. എല്ലാവരും ഇപ്പം ആള് കുറയാനാ സാധ്യത അല്ലേ? ഇന്ന് ആൾ കുറയാനാ സാധ്യത. പിന്നെ പകൽപ്പൂരം സാധാരണ വലിയ രാത്രിത്തെ പോലെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഈ പ്രാവശ്യം ഇപ്പം അതും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ക്രൗഡ് ഉണ്ടാവില്ല മിക്കവാറും. അപ്പം രാവിലെ വന്ന് പൂരം കണ്ടുപോകാൻ പറ്റാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. താങ്ക് യു. ഇതാണ് പൂരം നഗരിയിലെ സാഹചര്യം. ഏതായാലും പൂരം ഇന്ന് പകൽപൂര ദിവസമാണ്. ഇന്നും പകൽപൂരം കാണാനെത്തുന്ന ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. CV അനുമോദും ഒപ്പം G ശ്രീത്തുമാണ് പൂരക്കാഴ്ചകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.